അടിമുടി കാൺപാർ അയന്മാൽ ഇരുവർ പടി കണ്ടിലർ மீண்டும் பார்மிசை கூடி அடி கண்டிலேன் என்று அச்சுதன் சொல்ல മുടി കണ്ടേൻ என்று അയൻ പൊയ്മൊഴിന്താനേ. ആരാണ് വലിയവൻ എന്ന് ബ്രഹ്മാവും വിഷ്ണുവും തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീ പരമേശ്വരൻ ഒരു മഹാജ്യോതിയായി നിലകൊണ്ടു. ഈ ജ്യോതിയുടെ ആദ്യവും അന്തവും കണ്ടുപിടിക്കുന്നവർ ഉയർന്നവൻ എന്ന് അശരീരി നൽകി. ബ്രഹ്മാവ് ജ്യോതിയുടെ മുകൾ ഭാഗം കണ്ടുപിടിക്കാൻ അരയന്നമായി മുകളിലേക്കും വിഷ്ണു താഴ്ഭാഗം കണ്ടെത്തുവാൻ വരാഹമായി താഴേക്കും പോയി. ഇരുവരും വിചാരിച്ചതുപോലെ നടന്നില്ല. കൈതപ്പൂവിനാൽ അസത്യം പറഞ്ഞ ബ്രഹ്മാവ് ഭഗവാന്റെ ശാപത്തിനും കാരണക്കാരനായി. വിഷ്ണു അനുഗ്രഹവും നേടി. ഇതിൽ തിരുമൂലർ ഒരു പുരാണകഥ ചിത്രീകരിച്ചാലും ഈശ്വരൻ്റെ തിരുവടികൾ കണ്ട് അവൻ്റെ തിരുവടിക്കീഴെ അഭയം പ്രാപിക്കുന്നത് പരമാനന്ദമാണെന്ന് പറയുന്നു.